നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് വന്ന അന്ന് മുതലേ പ്രശ്നങ്ങളാണ്. ശബരിമലയിൽ അവിടെ തൊഴാനായിട്ട് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്, ഹെലികോപ്റ്ററിന്റെ ടയർ അവിടെ കോൺക്രീറ്റിൽ താഴ്ന്നു. വലിയ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. ട്രോളായിരുന്നു അതിലേറെ പുറത്തു വന്നത്. അതിനുശേഷം കോട്ടയത്തേക്ക് പോയി. ഇപ്പോൾ ഇന്ന് തിരിച്ചു പോവാണ് ഡൽഹിക്ക്. പക്ഷെ കോട്ടയത്തും വെച്ചും സമാനമായിട്ടുള്ള സുരക്ഷാ വീഴ്ച സംഭവിച്ചു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് വലിയ പോലീസ് സന്നാഹം നിൽക്കുകയാണ്. അതായത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വാഹനം ഇപ്പോൾ കടന്നു പോകുമെന്നുള്ളൊരു നിമിഷത്തിൽ 3 യുവാക്കൾ വളരെ ഒരു കൂളായിട്ട് വാഹനത്തിൽ, ഒരാൾക്ക് മാത്രം ഹെൽമെറ്റ് ഉണ്ട്, വളരെ സാഹസികമായിട്ട് അവരെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയേറെ പോലീസുകാരുണ്ടായിട്ടും അവരെ അവിടെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഇതുവരെയായിട്ട് അവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച എടുക്കുന്ന ഒരു സമയം വരെ അവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഞാനൊരു താരതമ്യപ്പെടുത്തലല്ല കൃഷ്ണേതു. ഞാൻ അമിത്ഷാ വന്നപ്പോഴും നരേന്ദ്രമോദി വന്നപ്പോഴും നമ്മൾ ഈ നാട്ടിലെ കൊള്ളയാണല്ലോ, തലസ്ഥാനത്തൊക്കെ ഉള്ളയാണല്ലോ. ഞാൻ ഇപ്പോൾ രാഷ്ട്രപതി വന്നപ്പോഴുള്ള സുരക്ഷ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ വന്ന സമയത്ത് ബാരിക്കേഡുകളൊക്കെ ഇതുപോലെ തന്നെ വെച്ചിരുന്നു. റോഡുകളൊക്കെ എന്ത് മനോഹരമായ വൃത്തിയായിട്ടായിരുന്നു ഇരുന്നത്. മാത്രമല്ല പോലീസ് സംഘങ്ങൾ ആ ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു. നരേന്ദ്രമോദി ലാസ്റ്റ് വന്നപ്പോൾ ഞാനും കണ്ടിരുന്നു. മോദി വന്ന ആ ഒരു റോഡിൽ, എൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റിയില്ല, എന്നെ കടത്തി വിട്ടില്ല. അപ്പം അത്രയ്ക്ക് വൈകുന്നേരം ഒരു 7-8 മണി സമയത്തൊക്കെ ആയിരുന്നു. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു അന്നില്ല അവസാനം നരേന്ദ്രമോദി വന്നപ്പോൾ. അത്രയ്ക്ക്, അതായത് ഒരു പട്ടി കുറച്ചാൽ പോലും പോലീസുകാർ അത് നോക്കുകയും കുട്ടികളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാതെ ജനങ്ങളെല്ലാം തിങ്ങി നിൽക്കേണ്ടുന്ന അവസ്ഥ, ഒരു വണ്ടികളും വിടാത്ത ഒരവസ്ഥ. ഉച്ചയ്ക്കാണ്, മാത്രമല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം, ഉച്ച സമയത്താണ് അദ്ദേഹം തിരികെ പോയത്. അതും ഇതുപോലെ തന്നെയായിരുന്നു, ഒറ്റ വാഹനങ്ങൾ കടത്തി വിടാതെ അത്രയ്ക്ക്. മാത്രമല്ല നമ്മുടെ ഈ റോഡ് സൈഡുകളെല്ലാം മരങ്ങളെല്ലാം വെട്ടി നികത്തി നല്ല വൃത്തിയായിട്ട് ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ അടിച്ച് എന്നും വേണ്ട എന്ത് ഇതാക്കിയായിരുന്നു ഇട്ടിരുന്നേ. കേരളത്തിൽ മനുഷ്യരുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ നരേന്ദ്രമോദി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ചില ഏരിയകൾ വരുമ്പോൾ, ചില ഏരിയകളിൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, ഒരു ബഹളവും ഒന്നുമില്ലാത്ത നോർമൽ ഈ പറയുന്ന അവസ്ഥ. അമിത്ഷാ വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുമാത്രമല്ല, നരേന്ദ്രമോദി വന്ന സമയത്ത് ആദ്യം ഒരു പോലീസ് വാഹനം പോകുന്നു, പിന്നീട് ചീറിപ്പാഞ്ഞ് പോകുന്നു, രണ്ടാമത് വീണ്ടും പോലീസ് പോകുന്നു. എന്നു വേണ്ട എത്ര തവണയാണ് പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെട്രോളിംഗ് നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, ഏതെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഒരുമാതിരി ഭീകരജീവികളെ പോലെയായിരുന്നു ഇവരൊക്കെ നോക്കിയിരുന്നത്. സാധനത്തിന് കവറിൽ എന്ത്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ഇരുന്ന സന്ദർഭത്തിൽ രാഷ്ട്രപതി വരുന്നു എന്നറിയുന്ന അതേ റോഡിലൂടെ ഞാൻ അന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പോയി. രാഷ്ട്രപതി പോകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് റോഡ് ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത്, അതിന് മുമ്പൊക്കെ ആൾക്കാരെ കടത്തിവിടുകയും പോകുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. ഇത് രണ്ടും ഞാൻ താരതമ്യം ചെയ്യുന്നതല്ല. സുരക്ഷാ വീഴ്ച തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിലപ്പോൾ കാണുമ്പം പിണറായി വിജയനും കാലും മുട്ടിട്ട് ഇറക്കും. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് അസ്വാരസ്യമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ പണി കിട്ടും എന്നുള്ളത് അറിയാം. ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ടല്ലോ. പക്ഷേ രാഷ്ട്രപതി വന്നപ്പോൾ അത് ഒരു സ്ത്രീയല്ലേ, മാത്രമല്ല അവരൊരു പാവം പിടിച്ച ഒരു ഗവർണർ പദവിയിൽ നിന്നൊക്കെ കണ്ടാലും എന്താ പറയുന്ന സാധാരണ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഇതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു ഗമയോ ഹുങ്കോ അഹങ്കാരോ ഒന്നുമില്ല. അവർക്ക് അത്രയും ഇതേ കൊടുത്തോളൂ എന്നുള്ളതേ എനിക്ക് വരുന്നുള്ളൂ. കാരണം ഈ പറയുന്ന 4 ദിവസത്തോളം ഉണ്ടായിരുന്നു അല്ലേ, 4 ദിവസത്തോളം ഉണ്ടായിരുന്നു. ആദ്യം ഇവിടുന്ന് രാജ്ഭവനിൽ ഇവിടെ ഹയാത്തിലായിരുന്നു താമസിച്ചിരുന്നത്. തിരികെ ഇതേപോലെ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്തു എന്നല്ലാതെ, അത് ഇപ്പോൾ പിണറായി വിജയൻ പോയാൽ ബ്ലോക്ക് ചെയ്തിടുമല്ലോ, അതുപോലെ തന്നെ ഒരു ബ്ലോക്കിംഗ് സിസ്റ്റം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കണം. അതിൻ്റെ ഏറ്റവും ആദ്യ തെളിവാണ് ആ ഹെലികോപ്റ്റർ പാഡ് അവിടെ നിർമ്മിച്ചത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഒരെണ്ണം ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും മഴ സമയമാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കറിയാം. അപ്പോൾ അത് അവിടെ ഇറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടുന്ന ഒരവസ്ഥ. 2-3 ഇടത്ത് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം നിർമ്മിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. മാത്രമല്ല ഇത് വ്യോമസേനയുടെ ഇതും കൂടെയാണ്. പക്ഷേ അവരെക്കാളും കുറച്ചുകൂടി ഉത്തരവാദിത്വം
രാഷ്ട്രപതി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് ചെയ്തത്. നിലയ്ക്കൽ ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് അവർ നിർമ്മിച്ചത്. സൂക്ഷ്മം പോലെ അത് അതിനകത്ത് പൊതിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. ഈ പറയുന്നോണം ഒരു ട്രോളും ഇറങ്ങിയിട്ടുണ്ട്. അത് BBC ന്യൂസ് ഉൾപ്പെടെ എടുത്തിട്ട് നമ്മളന്ന് പറഞ്ഞല്ലോ, ഇത് തീർച്ചയായിട്ടും ഈ നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രമല്ല ചർച്ചയാവുന്നത്, പുറത്തും ചർച്ചയാവുമെന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തും ഇത് ചർച്ചയായി. ഇത്തരത്തിലൊരു MLA പറഞ്ഞത് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്നുള്ളത്. അതായത് ഹെലികോപ്റ്റർ ടയർ കൊണ്ടല്ലല്ലോ ഓടുന്നത്. അതെ, നമ്പർ 1 പ്രബുദ്ധ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇങ്ങനെ ആയിപ്പോയ പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുകളിലോട്ടല്ലേ പോകുന്നത്. ഇതിനൊക്കെ എന്ത് പറയാനാണ്? അപ്പൊ അത് ഇറങ്ങുന്ന സംഭവം. പിന്നെ അതിനകത്ത് പട്ടി കയറിയെന്നോ പൂച്ച കയറിയെന്നോ പട്ടി വന്നെന്നോ ഭാഗ്യത്തിനാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാവാതിരുന്നൊക്കെ നിരവധി വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവിടെയും സുരക്ഷാ വീഴ്ച മൊത്തത്തിൽ ഉണ്ടായി എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലീസുകാരെയൊക്കെ നിർത്തേണ്ടുന്ന സ്ഥലമാണ്. ഈ പറയുന്നതാണ് സ്ഥിരം അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല. അപ്പോൾ അതിന് ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തും. ഈ പറയുന്ന മൃഗങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് ചാടിക്കഴിഞ്ഞാൽ ബാലൻസിങ് ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അവിടെയും സുരക്ഷാ വീഴ്ചയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത് ഇപ്പോൾ പാലയിൽ രാഷ്ട്രപതി വരുന്ന സന്ദർഭത്തിൽ ഈ ബാരിക്കേഡുകളൊക്കെ വെച്ച് 3 അതായത് ഒരു 2 വീലറിനകത്ത് എന്തൊക്കെയായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തത്. ക്യാമറ, പോലീസിന്റെ നിരീക്ഷണം, ആവശ്യമില്ലാതെ നമ്മളെങ്ങാണോ ഒരു ഹെൽമെറ്റ് മറന്ന് വെച്ച് അവിടെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയാൽ തന്നെ അപ്പോഴേ പിടിച്ചെടുക്കുന്ന പോലീസുകാർ. കൈയിട്ട് മറ്റേ കാറിനകത്താണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ കാശി. ഇത്രയും കേരളത്തിൽ നമ്മുടെ ട്രാഫിക് പോലീസ് MED ഇങ്ങനെ പാഞ്ഞു പറിച്ച് എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന MED 3 പേര് ഒരു ബൈക്കിനകത്ത്, അത് രാഷ്ട്രപതി വന്നപ്പം കാണിച്ച അത് സ്കിഡ് ചെയ്ത് പോവായിരുന്നു അല്ലേ? വളഞ്ഞു തിരിഞ്ഞ് ഡാൻസ് കാണിച്ചു. എന്താ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, പ്രബുദ്ധ കേരളം. അത് രാഷ്ട്രപതി വന്നപ്പോഴെങ്കിലും ഒരു മാന്യത കാണിക്കണം. അപ്പൊ ഇത് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ആരാണ് ഇവരെ പറഞ്ഞു വിട്ടത്? ഇവരിനി അബദ്ധത്തിലാണെങ്കിൽ ഇത്തരം ജനങ്ങൾ നിൽക്കുന്നു. പോലീസുകാർ അവിടുന്ന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം നിൽക്കുമ്പോൾ രാഷ്ട്രപതി വരുന്നു എന്നുള്ള അറിയാവുന്ന പയ്യന്മാര് തന്നെയായിരിക്കുമല്ലോ. ഈ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ്. എന്തായാലും ഇതിന്റെ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ കിട്ടിയിട്ട് ഒരു പോലീസുകാരൻ വന്നിങ്ങനെ പിടിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവന്മാര് സ്കിപ്പ് ചെയ്ത് പോയി. അപ്പൊ ഇതെന്താണോ, ഇവന്മാര് മനഃപൂർവ്വം ചെയ്തതാണോ അല്ല അബദ്ധത്തിൽ വന്ന് പിള്ളേർ കളിച്ചതാണോ അതോ പിള്ളേർ ആണോ അല്ലേ എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്ന് ഞാനത് ഓർത്തത് ഇന്ന് ന്യൂസ് 8 ആണെന്ന് തോന്നുന്നു ഒരു വാർത്ത വിട്ടിരിക്കുന്നു. ഇപ്പോൾ ജൻസി കലാപം ഉണ്ടായല്ലോ നേപ്പാളിലല്ലേ? ജൻസി കലാപം ഉണ്ടായപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് വേണ്ടുന്ന ആയുധങ്ങൾ കേരളത്തിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്, ആളുടെ ഇന്ന് വാങ്ങിക്കാമെന്ന്. ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റത്തിൽ മീഡിയേറ്ററിൽ നിന്ന് വാങ്ങിക്കാം. അത് വലിയൊരു ഇതാണ്. കാരണം അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം അതിൻ്റെ അന്വേഷണമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലൊരു മീഡിയേറ്റർ ഇത്തരത്തിലുള്ള ആയുധ വിപണനം നടത്തുന്നു എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് എന്നുള്ളത്, ഏത് സ്റ്റേറ്റിൽ ഏത് ജില്ലയിലാണെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ ജൻസി കലാപം പോലുള്ള വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെ യുദ്ധങ്ങൾക്ക് സമാനമായിട്ടുള്ള ഇതുണ്ടാക്കാൻ, അപ്പോൾ യുദ്ധങ്ങൾക്ക് പോലും ആരാണ് ഇവിടെ ആയുധ വിൽപ്പനയുടെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്? അതൊരു നിസ്സാരക്കാരനല്ല. അതങ്ങനെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊരു തീവ്രവാദത്തിൻ്റെയും അടിവേര് തപ്പി ഇറങ്ങി വന്നാൽ കേരളത്തിൽ ഒരു വേര് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി, ഇവിടെ ഭയങ്കര സമാധാനപരമായിട്ടുള്ള സാക്ഷരതാ കേരളം, നമ്പർ 1 പ്രബുദ്ധ കേരളം, എല്ലാത്തിലും മികവ് തെളിയിക്കുന്ന മലയാളികളെ പറ്റിക്കാൻ പറ്റില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് തീവ്രവാദത്തിൻ്റെ ഏതൊരു വേരും എവിടെ ചെന്ന് നോക്കിയാലും കേരളത്തിൽ അതിനകത്തെ ഒരു കഷ്ണമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു, എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? കൊച്ചു കേരളത്തിലെ സാധാരണ ആൾക്കാർ, മലയാളികൾ ഒരു പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ എന്ന് പറയുന്നതിൻ്റെ ഇടയിലാണ് തീവ്രവാദ ഗ്രൂപ്പിൻ്റെയൊക്കെ അടിവേര്. നമ്മൾ കണ്ടല്ലേ റാണയുടെ കേസ് വന്നപ്പോൾ പോലും കൊച്ചിയിൽ അദ്ദേഹം വന്നതും ഇവിടെ പല വ്യക്തികളുമായിട്ടൊക്കെ സംസാരിച്ചതും തങ്ങിയതും ഒക്കെ ആയിട്ടുള്ള ഇത്. ഇനി പഹൽഗാം ആക്രമണം ഒന്ന് എടുത്തു നോക്കൂ. ജ്യോതി മൽഹോത്ര എവിടെയാണ് എത്തിയത്? ഇങ്ങ് കണ്ണൂർ എത്ര ദിവസം ഉണ്ടായിരുന്നു? നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പാണ് അതിന് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അവർക്ക് കഴിക്കാൻ ആഹാരവും കിടക്കാൻ സ്ഥലവും ഒക്കെ
ലോക ടൂറിസത്തിന്റെ VIP ആയിട്ടാണ് വന്നിട്ട് പോയത് ജ്യോതി മൽഹോത്ര. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതിൻ്റെയും ഒരു ഇത് യുദ്ധങ്ങളുടെ ഏതൊരു ഭീകരവാദത്തിന്റെ അടിവേര് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങ് കൊച്ചു കേരളത്തിലുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു കൊച്ചു കേരളത്തിൽ ആ 3 കുട്ടികൾ വന്ന് ഇത്തരത്തിലുള്ള നമ്മൾ കുട്ടികളെന്ന് പറയുന്നു, അത് ഏത് തരത്തിലാണെന്നുള്ളതിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ നമ്മുടെ LDF സർക്കാർ കണ്ടെത്തത്തില്ല. അവർക്കതൊന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു അവരെന്തുവാ ഒരു കണ്ടാലും വലിയ ഇത്. പക്ഷേ ഈ പറയുന്ന പദവി എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് പലപ്പോഴും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മറന്നു പോകുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇടുത്തി പോലെ ചെന്ന് പതിച്ചു വീഴുന്നത്. ഏതായാലും ഇന്ന് രാഷ്ട്രപതി ജീവനും കൊണ്ട് തിരിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ശബരിമലയിലൊന്നും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. കൃത്യമായിട്ട് തിരിച്ചു പോയി. കൊച്ചിയിൽ നിന്നാന്ന് തോന്നുന്നു തിരിച്ചു പോയി കാണും. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉണ്ടായ സുരക്ഷാ വീഴ്ച അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഹെലിപാഡ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ ഈ പയ്യന്മാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നരേന്ദ്രമോദി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്തും എന്താ അല്ല, മോദി വന്നു കഴിഞ്ഞാലേ കൃത്യമായിരിക്കും. അവിടെ ഇതൊന്നും നടക്കത്തില്ല. ഞാൻ അതാ പറഞ്ഞേ, ഞാൻ കമ്പാരിസൺ അല്ല പറഞ്ഞത്. പക്ഷെ മോദി വന്നപ്പോഴും അമിത്ഷാ വന്നപ്പോഴും കണ്ട സുരക്ഷ കാര്യങ്ങളൊന്നും രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം മറ്റേത് ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു. ഒരു പക്ഷെ മോദി വന്നത് കൃത്യമായിട്ട് റോഡ് സൈഡിലുള്ളവരൊക്കെ ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ്. ഇവിടെ രാഷ്ട്രപതി വന്നപ്പോൾ എന്നാൽ അത്രയും വലിയ സുരക്ഷ കൊടുക്കണ്ട എന്നുള്ള സർക്കാരിൻ്റെ ഇതായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സൈലന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ജീപ്പ് തേരാപ്പാര ഓടുന്നോ ഒന്നും നമ്മൾ കണ്ടില്ല. ഈ 4 ദിവസവും എന്താ പറയുന്നേ, അവർ വരുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഒന്ന് തടഞ്ഞു നിർത്തും. അത് പിണറായി വിജയൻ പോകുമ്പോൾ സ്ഥിരം ട്രിവാൻഡ്രംകാർ സഹിക്കുന്നത് കൊണ്ട് അതൊന്നും വലിയ പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയില്ല. CM ചില സമയത്ത് പാഞ്ഞു പറിച്ച് ഇങ്ങനെ പോകുമ്പം ഇതുപോലെ പിടിച്ച് തടഞ്ഞു നിർത്തും. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തോളും. ഞാൻ എൻ്റെ കാര്യം കൃത്യമായിട്ട് രാഷ്ട്രപതി പോയ 2 സന്ദർഭത്തിലും ഞാൻ റോഡിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബ്ലോക്കിൽ പെട്ടിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം. ഇനി മറ്റുള്ള ഇടങ്ങളിൽ എങ്ങനെയാണെന്നുള്ള അറിഞ്ഞൂടെ. ഇന്നലെ പക്ഷേ അവർ ഇറങ്ങി കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുകയും അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അവർ സത്യം പറഞ്ഞ രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു പദവി ഉണ്ടെങ്കിലും ദ്രൗപദി മുർമു ഒരുപക്ഷെ നമ്മുടെയൊക്കെ അഭിമാനമാണ്. അവർ ആ ഒരു ഈ പറയുന്ന അവരുടെ ജാതിയോ മതമോ അതിനേക്കാൾ അപ്പുറം അവരുടെ വ്യക്തിത്വം എന്നുള്ള ഒരു ഭാഗമുണ്ട്. അത് നമ്മുടെ APJ അബ്ദുൾ കലാമിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടുന്ന ഒരു പരിവേഷമുണ്ട്. കാരണം അത്രയേറെ ഒരു സാധാരണ രീതിയിലാണ് എല്ലാവരോടും ഇടപെടുന്നത്. ഞാനങ്ങ് വലിയ ഇതാണ് എന്നുള്ള രീതിയിലല്ല. അവരുടെ കൂടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോടാണെങ്കിൽ അവർ ആ രീതിയിലാണ്. വളരെ സാധാരണ. നമ്മൾ ശരിക്കും ശബരിമലയിൽ വന്നപ്പം നമുക്ക് എന്താ തോന്നി, നമ്മുടെയൊക്കെ ഒരു അമ്മ വന്ന് തൊഴുന്നത് പോലെ അത്രയും ഭക്തിയോടെ ഒരു രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയൊക്കെ മാറ്റിവെച്ച്, അതേസമയം ഇവിടുത്തെ ചില ഞാനൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ പറഞ്ഞു പോകും, ദേവസ്വം മന്ത്രിയൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ട രാഷ്ട്രപതിയേക്കാൾ അങ്ങ് മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നി. അത് സോഷ്യൽ മീഡിയയിലടക്കം ഇത് തോന്നുന്നു. ഒന്ന് കൈയൊന്നും കൂപ്പണ്ട, എന്തിനാ വന്നത്. അയ്യപ്പൻ തന്നെ ചോദിക്കും, ഒന്ന് പോയി തരൂ സഹോ എന്നായിരിക്കും പറയുന്നത്. ഒന്ന് പോയിത്താ, നിങ്ങളെ എന്നെ ഇനി എന്നാണോ പൊക്കി എടുത്തോണ്ട് പോകുന്നതെന്ന് അറിയുന്നത്. ഇവിടെ നിന്ന് 18-ാം പടി കയറി എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്, താഴെ എങ്ങനെ നിന്നാൽ പോരെ എന്ന് ചോദിക്കാം. ഇനി അതിനിടയ്ക്ക് വേറെ കമൻറ്റുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട്, അത് അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സാണ്, അവർക്കത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്നോണം രാഷ്ട്രപതിക്ക് ഒരു സുരക്ഷാ വിഭാഗമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവർക്കത് മാറ്റാൻ പറ്റില്ല, അവരുടെ ഡ്രസ്സാണത്. ഈ പറയുന്ന മുണ്ടും ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും, ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന സന്ദർഭത്തിലായിരിക്കും വല്ല ഭീകരവാദിയൊക്കെ വന്ന് പെടുന്നത്. അപ്പോൾ അവർക്ക് മുണ്ട് കൊടുത്തോണ്ട് ഇതിനെ നേരിടാൻ പറ്റത്തില്ലല്ലോ. അത് അവരുടെ ഒഫീഷ്യൽ ഡ്രസ്സാണ്. എന്നിട്ടും പക്ഷേ അവർക്ക് ആഗ്രഹം, അവരും വ്രതം നോറ്റ് ഇരുമുടി ഏന്തിയാണ് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരുമുടി ഏന്തി വ്രതവും നോറ്റാണ് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ അവർ വന്നത്. വസ്ത്രത്തിലല്ല കാര്യം, ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. ഏതായാലും രാഷ്ട്രപതിയുടെ ഈ ഒരു വരവിൽ സുരക്ഷാ വീഴ്ചകൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതെന്താന്നുള്ള കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന പയ്യന്മാരെ ആരാണെന്നും എന്താണെന്നുമുള്ള ഒരു ദിവസം ഒരു പക്ഷേ വെറുതെ തമാശയ്ക്ക് ചെയ്തതായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, തമാശയ്ക്ക് ചെയ്തതായിരിക്കും. ഇനി അതല്ല, ഇതിൻ്റെ പിറകിൽ നമ്മൾ തമാശയെന്ന് കരുതുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും കണ്ടെത്തേണ്ടിയിരിക്കും.